ഞാൻ എന്റെ വേദനകൾ എപ്പോ പറഞ്ഞാലും അത് നിനക്ക് പുച്ഛമാണ്, പരിഹാസമാണ്. പക്ഷെ നിന്റെ വേദനകളെല്ലാം നിനക്ക് ഈ ലോകത്ത് ഏറ്റവും വലുതാണ്. മമ്മി നോക്ക്, ഇനി എത്ര കാലം കഴിഞ്ഞാലും അവളുടെ ജീവിതം ഇല്ലാണ്ടാക്കിയതിനുള്ള വേദന എന്റെ മനസ്സിലുണ്ടാവും. ഇനി അവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം കൃഷ്ണേ. ഇനി ഗാഥയുടെ പ്രശ്നം നിന്റെ പ്രശ്നമല്ല. അത് പരിഹരിക്കാൻ അവരെന്ത് ചെയ്താലും നിനക്കതിൽ പങ്കും വേണ്ട. എന്താ മോളെ നീ ഒന്നും പറയാത്തത്? ഒന്നുമില്ല ഗോപാല മാമ. എത്ര പിടിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിച്ചാലും ചില നേരത്തൊക്കെ മനസ്സൊന്ന് ഇടറിപ്പോവില്ലേ? അങ്ങനെ പറ്റിപ്പോകുന്നതാ. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ അച്ഛനെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ച് അന്വേഷിക്കാനും സമയമൊന്നുമില്ല. അതാ മോളെ നല്ലത്. നിങ്ങളെ ആ സമ്മാനം മേടിച്ച ലോട്ടറി ടിക്കറ്റുമായി സിറ്റിയിലെ നമ്മുടെ ലോട്ടറി ഏജൻസിയിലേക്ക് പോകണം. അവിടുത്തെ രാജശേഖരൻ ചേട്ടനെ മോൾക്കറിയാലോ. ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താലേ കറങ്ങി തിരിഞ്ഞ് 1 മാസം കഴിഞ്ഞാലേ കാശ് കിട്ടൂ. അതിനിടയിൽ പേരിൻ്റെയോ മറ്റോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും പിന്നെയും വൈകും. ഇതാകുമ്പോൾ രാജശേഖരൻ ചേട്ടൻ 1-2 ദിവസത്തിനുള്ളിൽ പണം തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം തുടങ്ങാലോ. മോളിക്കുട്ടി, എന്നാ നമുക്ക് പോയാലോ? സിത്താരമ്മയുടെ ഗാദി നവീനൊക്കെ അവരവരുടെ വഴിക്ക് പോട്ടെ. അല്ലേ ഗോപാലമാമ? നമുക്ക് നമ്മുടെ വഴിയുണ്ട്. ചെയ്താൽ തീരത്ത് അത്ര ജോലിയുണ്ട്. നീ നിന്റെ മനസ്സിനെ സ്വയം പറഞ്ഞു പഠിപ്പിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ തീരുമാനം തന്നെയാണ് നല്ലത് മോളെ. മോള് പോയിട്ട് വാ. ശരി മോളിക്കുട്ടി. ശരി ഗോപാലമാമ. ഗാഥ മാഡം, സിത്താരമ്മ വല്ലാത്ത വിഷമത്തിലാ. സിത്താരമ്മ വിഷമിക്കുന്നത് മാഡത്തിന്റെ കാര്യത്തിൽ മാത്രമാണല്ലോ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടും സമാധാനമായിട്ടുള്ളൊരു ജീവിതം മാഡത്തിന് കിട്ടുന്നില്ലല്ലോ എന്ന്. ഹാ, ഇങ്ങനെയൊക്കെ വന്ന് ഉപദേശിക്കണമെന്ന് മമ്മി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ എന്നെ ഉപദേശിക്കണമെന്ന് സ്വയം അങ്ങ് തോന്നിയോ? അങ്ങനെയാണെങ്കിൽ അത് വേണ്ട. മമ്മി എനിക്ക് വേണ്ടി വേദനിക്കും, ചിലപ്പോ കരഞ്ഞു എന്നും വരും. അതെന്നെ മമ്മി എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാ. മനസ്സിലായോ? എന്തായി മാം? കണ്ടു കൃഷ്ണേ? എന്തുപറ്റി മമ്മി? മമ്മിയോളെ കണ്ടില്ലേ? പണം കൊടുത്തില്ലേ? മമ്മി പറഞ്ഞത് അവൾ അനുസരിച്ചില്ലേ? ഇല്ല, ഞാൻ അവളെ കണ്ടു, ചെക്കും കൊടുത്തു. അതവള് വാങ്ങിച്ചില്ല. വാങ്ങിക്കില്ല. അവളുടെ ഉദ്ദേശം വേറെയാണെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞതല്ലേ. ഗാഥ, വെറുതെ ഇരിക്കെ. അവൾക്ക് അങ്ങനെ ഒരു തെറ്റായ ഉദ്ദേശം ഉണ്ടെന്ന് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. നിനക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ. മമ്മി വേണ്ട. സത്യം പറഞ്ഞ ഞാൻ നിങ്ങളോട് 2 പേരോടും തെറ്റ് ചെയ്തിട്ടുണ്ട്. കളരിക്കിലെ ശാപദോഷം മനസ്സിലാക്കിയപ്പോ നവീനുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് അറുത്തു മുറിച്ച് പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. പകരം ഒരാളെ വാടകയ്ക്കെടുത്ത് വേഷം കെട്ടിച്ചു. ഒരു വിവാഹത്തിന് വേണ്ടി ഇതുവരെ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മുഴുവനും കാണിച്ചു കൂട്ടി. എന്നിട്ടും എന്താ ഉണ്ടായത്? ഒരു സെക്യൂരിറ്റി ഇല്ലാതെ നിന്റെ ജീവിതം. ഒരു നിമിഷം പോലും നിന്റെ ഭർത്താവിന്റെ കൂടെ നീ സമാധാനമായിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? മറുവശത്ത് ആ കൃഷ്ണയുടെ കാര്യം എന്താ? എന്നോട് അവൾ പറഞ്ഞെന്താന്നറിയോ? നവീൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് ഇനി ഒരു പുരുഷന്റെ താലിയും അവളുടെ കഴുത്തിൽ വീഴില്ലാന്ന്. അതിനർത്ഥം 2 പേരുടെയും ജീവിതം ഒരേപോലെ തകർത്തുന്നല്ലേ? മമ്മിയോട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? അടിച്ച് അവളുടെ കരണം പോയിക്കണം മമ്മി. നവീന്റെ താലിയെ കുറിച്ച് അവൾ ഇത്രയും വാചാലയായിട്ട് പറയേണ്ടതിന്റെ കാര്യം എന്താ? അവള് വെറും കുങ്കുമം ചുമക്കുന്ന ഒരു കഴുതയാണ്.
അതിന്റെ ഭംഗിയോ ഗുണമോ അറിയാത്ത വെറുതെ ചുമന്നിട്ട് നടക്കുന്ന ഒരു കഴുത. നവീൻ താലി കെട്ടിയതുകൊണ്ട് വേറെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ അവൾ എന്റെ നവീന്റെ ഭാര്യയായിട്ട് ചാവുന്നത് വരെ ജീവിക്കുന്നല്ലേ? അതും കേട്ടിട്ട് മിണ്ടാതെ ഇങ്ങോട്ട് പോന്നല്ലോ എന്റെ മമ്മി. ഗാഥമോളെ, ഞാൻ എന്റെ വേദനകൾ എപ്പോ പറഞ്ഞാലും അത് നിനക്ക് പുച്ഛമാണ്, പരിഹാസമാണ്. പക്ഷെ നിന്റെ വേദനകളെല്ലാം നിനക്ക് ഈ ലോകത്ത് ഏറ്റവും വലുതാണ്. മമ്മി നോക്ക്, ഇനി എത്ര കാലം കഴിഞ്ഞാലും അവളുടെ ജീവിതം ഇല്ലാണ്ടാക്കിയതിനുള്ള വേദന എന്റെ മനസ്സിലുണ്ടാവും. എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഓരോരുത്തരെയായിട്ട് അവള് മയക്കിയെടുക്ക. മമ്മി തിരക്കി ചെന്നാലല്ലേ അവളെ എതിര് പറയൂ. തിരക്കി ചെല്ലുന്നത് ഞാനാണെങ്കിൽ സംസാരിക്കുന്നതും ഞാൻ മാത്രമായിരുന്നു. വേണ്ട മാഡം, അതൊക്കെ സിത്താര മാം നേരിട്ട് ഇടപെടേണ്ട കാര്യങ്ങളല്ലേ. ഗാഥ മാഡം ഒന്നിനും പോകണ്ട. മമ്മി തളർന്നു പോയാലേ പകരം ചങ്കൂറ്റം കാണിക്കേണ്ടത് ഞാനല്ലേ? അത് ഞാൻ കാണിച്ചോളാം. കാണിക്കേണ്ടവരെ ഞാൻ കാണിച്ചോളാം. സാറേ, നമ്മൾ ഈ വണ്ടിയിൽ എപ്പോ കയറിയാന്ന് വല്ല ധാരണയുണ്ടോ? ഇതെങ്ങോട്ടാ സാറേ നമ്മളിപ്പോ പോകുന്നത്? ഈ വഴി തന്നെ 11ാമത്തെ തവണയാ നമ്മളിപ്പോ വരുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് എത്രയോ പേര് എത്ര തവണ സാറിനെ മാറി വിളിച്ചു എന്നറിയോ? അവരെല്ലാരും നല്ല ടെൻഷനിലാണ് സാറേ. അല്ല, സാറിന് വിശപ്പും ദാഹമൊന്നും ഇല്ലേ? തനിക്ക് വിശപ്പുണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാ ഇറങ്ങിക്കോ. താൻ പോയി ഭക്ഷണം കഴിക്കേ, വിശന്നിരിക്കണ്ട. ഏയ്, അത് വേണ്ട സാറേ. എനിക്കങ്ങനെ തനിച്ചൊന്നും ഭക്ഷണമൊന്നും വേണ്ട. ഞാൻ സാറിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നോളാം. സാറേ, എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കൂ. ഓഹോ, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും അല്ലടോ? ഇതിനു മുമ്പൊന്നും എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കണമെന്നൊന്നും ആർക്കും തോന്നിയിട്ടില്ല. ഇപ്പോഴാണ് തോന്നി തുടങ്ങിയത് അല്ലടോ? അവരെ പറഞ്ഞിട്ട് എന്താ സാറേ കാര്യം? അവരൊക്കെ സാറിനെ അത്രയേറെ സ്നേഹിക്കുമല്ലേ. അവർക്ക് അന്വേഷിക്കാനുള്ളത് സാറിൻ്റെ കാര്യമല്ലേ? പ്രത്യേകിച്ച് അമ്മ. പാവം, എന്തെങ്കിലും ഒരു കാര്യം സാറിനെ കുറിച്ച് പറഞ്ഞാൽ അടുത്ത നിമിഷം കരയും. ദേ, സാർ എന്തെങ്കിലും ഒന്ന് കഴിച്ചിരുന്നെങ്കിൽ ആ അമ്മ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയായിരുന്നു. താൻ ഒരു കാര്യം ചെയ്യും, ആ ഹോട്ടലിൽ പോയിട്ട് കുറച്ച് ഫുഡ് വാങ്ങിക്കേ, നമുക്ക് കാറിൽ നിന്ന് കഴിക്കാം. അത് വേണ്ട സാറേ. അവിടെ ചെന്നിരുന്നാലേ ചൂടോടെ നമുക്ക് കഴിക്കാന്നേ. എടോ, എനിക്ക് ആളുകളെ ഒന്നും ഫേസ് ചെയ്യാൻ വയ്യ മാണിക്കുഞ്ഞ്, അതുകൊണ്ടാണ് പറഞ്ഞത്. താൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. സാറ് കഴിക്കുവാണെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. പക്ഷേ എന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോയി കളയല്ലേ സാറേ?